നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ സുത്തിയുടെ മലയാള പരിഭാഷ പഠിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് വാക്കുകളുടെ അർത്ഥം പഠിച്ചു വച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് നമ്മളുടെ സൂത്തയുടെ പഠനത്തെ കൂടുതൽ മെച്ചപ്പെടുത്തും. അതുകൂടാതെ സൂത്ത പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കുന്നതാണ്. എങ്കിലും ആദ്യമായിട്ട് തുടക്കക്കാർക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രാഗ, ദ്വേഷ, മോഹം എന്നുള്ള കാര്യമാണ്. എന്താണ് ഈ രാഗം, എന്താണ് ഈ ദ്വേഷം, എന്താണ് ഈ മോഹം? ഇത് മുഴുവൻ അകുശല കർമ്മത്തിന് കാരണമാണ്, അല്ലെങ്കിൽ പാപകർമ്മങ്ങൾക്ക് കാരണമാണ് ഈ രാഗദ്വേഷ മോഹം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ, ഇഷ്ടമുള്ള ചിന്തകൾ എല്ലാം നമ്മൾക്ക് രാഗത്തിൽപ്പെടുത്താം. അതായത് ഇഷ്ടപ്പെട്ട രൂപം, ഇഷ്ടപ്പെട്ട ഗന്ധം, ഇതെല്ലാം ഉള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകുകയാണെങ്കിൽ അതിനെ രാഗം എന്ന് പറയുന്നു. ഇനി ഇഷ്ടമില്ലാത്ത ചിന്തകൾ, അതിനെയാണ് ദ്വേഷം എന്ന് പറയുക. ഇനി ഈ രാഗദ്വേഷ ചിന്തകൾ എൻ്റെയാണ് എന്ന ആ തെറ്റായിട്ടുള്ള വിശ്വാസം, അതിനെയാണ് മോഹം എന്ന് പറയുക. ഇതാണ് രാഗദ്വേഷ മോഹത്തിൻ്റെ ഡെഫിനിഷൻ. ഈ രാഗം, ദ്വേഷം, മോഹം ഇത് ഉപേക്ഷിക്കാതെ നമ്മൾക്ക് ഒരു കാരണവശാലും പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൂടാതെ നമ്മൾക്ക് ഒരിക്കലും പുണ്യകർമ്മങ്ങൾ ഉണ്ടാകുകയും ഇല്ല. അടുത്തത് 4 ആര്യ സത്യങ്ങൾ. അതായത് ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ കാരണം, ദുഃഖത്തിൻ്റെ നിവാരണം, ദുഃഖത്തിൻ്റെ നിവാരണത്തിനുള്ള 8 അംഗങ്ങളുള്ള മാർഗം. ഒന്നാമത് ദുഃഖ ആര്യസത്യം. അതായത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ട്. എന്തൊക്കെയാണ് ദുഃഖം? വാർദ്ധക്യം ദുഃഖമാണ്, രോഗം ദുഃഖമാണ്, മരണം ദുഃഖമാണ്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദുഃഖമാണ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല, അത് ദുഃഖമാണ്. ഇതൊക്കെയാണ് ദുഃഖം എന്ന് പറയുന്നത്. അടുത്തത് ദുഃഖത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് തണഹ അല്ലെങ്കിൽ തൃഷ്ണയാണ്. തൃഷ്ണ എന്തിനോടാണ്? എപ്പോഴും തൃഷ്ണ സ്റ്റാർട്ട് ചെയ്യുന്നത് സുഖകരമായിട്ടുള്ള കാര്യത്തിൽ നിന്നാണ്. നമ്മളുടെ എന്തെങ്കിലും 5 ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ആഗ്രഹം, ഇഷ്ടമുള്ള കാര്യങ്ങൾ നടക്കാനുള്ള ആഗ്രഹം, അതിനെയാണ് തൃഷ്ണ എന്ന് പറയുന്നത്. ഇതാണ് ദുഃഖത്തിൻ്റെ കാരണം. നിവാരണം എന്ന് പറയുന്നത് ഈ തൃഷ്ണയെ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക, അതിനെയാണ് നിവാരണം എന്ന് പറയുന്നത്. അടുത്തത് നിവാരണത്തിനുള്ള മാർഗം എന്ന് പറയുമ്പോൾ 8 അംഗങ്ങളുള്ള ആര്യ അഷ്ടാംഗിക് മാർഗം, സമ്മാദിഠി, സമ്മാസങ്കല്പം തുടങ്ങിയ 8 കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് 4 ആര്യസത്യം എന്ന് പറയുന്നത്. അടുത്തത് 5 സ്കന്ധങ്ങൾ. ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മുടെ ശരീരവും മനസ്സും കൂടിയതിനെയാണ് 5 സ്കന്ധങ്ങൾ എന്ന് പറയുന്നത്. അതിൽ 5 സ്കന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് രൂപം, അതായത് നമ്മുടെ ശരീരം, അതിനെയാണ് നമ്മൾ രൂപം എന്ന് പറയുന്നത്. പിന്നെ വേദന, സംഖ്യ, സംഖാര, വിജ്ഞാനം, ഇതെല്ലാം കൂടിയതിനെയാണ് പഞ്ചഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 5 അഗ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ രൂപം എന്ന് പറയുന്നത് നമ്മളുടെ ശാരീരികമായിട്ടുള്ള ഈ രൂപം, അത് 4 മഹാഭൂതങ്ങൾ ചേർന്നാണ്. ഭൂമി, ജലം, അഗ്നി, വായു, ഇത് 4ഉം കൂടി ചേർന്നാണ് ഈ രൂപം. സ്പേസ് അല്ലെങ്കിൽ ആകാശം എന്ന് പറയുന്നത് ഈ ധാതുക്കൾക്ക് ഇടയിലുള്ള സ്ഥലമാണ്. അതായത് ഈ 4 ധാതുക്കൾ ചേർന്നതിനെയാണ് പണ്ട് അഷ്ടകലാപം എന്ന് വിളിച്ചത്. അതായത് ഭൂമി, ഭൂമിയുടെ ഗുണം, ജലം, ജലത്തിൻ്റെ ഗുണം, അതേപോലെ തന്നെ അഗ്നി ധാതു, അഗ്നിധാതുവിൻ്റെ ഗുണം, അതേപോലെ തന്നെ വായുധാതു, വായുധാതുവിൻ്റെ ഗുണം, ഇതെല്ലാം കൂടി ചേർന്നാണ് ഈ അഷ്ടകലാപം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ്, 2 അഷ്ടകലാപങ്ങൾക്ക് ഇടയ്ക്കുള്ള സ്പേസിനെയാണ് നമ്മൾ ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ രൂപം എന്ന് പറയുന്നത് ഈ 4 മഹാഭൂതങ്ങളും അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഉപാദായ രൂപം എന്ന് പറയും. അതായത് അതിൽ നിന്ന് പിന്നെ എന്തൊക്കെയാണ് നമ്മുടെ രൂപത്തിൽ ഉണ്ടായിട്ടുള്ളത്? അത് ടോട്ടൽ 24 ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഈ രൂപം എന്ന് പറയുമ്പോൾ ഈ 4 മഹാഭൂതങ്ങൾ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അടുത്തത് വേദന. വേദന എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത്? അത് 3 തരത്തിലുള്ള അനുഭവം ഉണ്ടാകും. 1 ദുഃഖകരമായിട്ടുള്ള അനുഭവം, 2 സുഖകരമായിട്ടുള്ള അനുഭവം, 3 സുഖമോ ദുഃഖമോ അല്ലാത്ത അനുഭവം, അതിനെയാണ് വേദന എന്ന് പറയുക. അടുത്തത് സംഖ്യ. സംഖ്യ എന്ന് പറയുന്നത് മനസ്സിൻ്റെ നമ്മൾ ഒരു കാര്യത്തെ തിരിച്ചറിയുന്നതിനെയാണ് സംഖ്യ എന്ന് പറയുന്നത്. അടുത്തത് സംഖാര. സംഖാര എന്ന് പറയുമ്പോൾ സംസ്കാരം എന്ന് പറയുന്നത്, അത് നമ്മുടെ
മനസ്സിൻ്റെ സ്വഭാവവിശേഷം, ഇതുവരെ എന്തൊക്കെയാണ് അതിൽ ഉള്ളത്, ആ രീതിയിലാണത് പെരുമാറുക. അതിനെയാണ് സംഖാര എന്ന് പറയുന്നത്. അടുത്തതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ് രൂപവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് കണ്ണിൽ ഒരു വിജ്ഞാനം ഉണ്ടാവും. അതിനെയാണ് ചക്ഷുവിജ്ഞാനം എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ ഇന്ദ്രിയത്തിനും ഓരോ വിജ്ഞാനമുണ്ട്. അപ്പോൾ അതിനെയാണ് ഇങ്ങനെ വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് 5 സ്കന്ധങ്ങൾ. 4 സതിപഠാന എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ട്. ഈ സതിപഠാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മൈൻഡ്ഫുൾനെസ്, അതായത് ഈ സമയത്ത് നമ്മുടെ ജാഗ്രത, അതിനെ പ്രതിഷ്ഠിക്കാനുള്ള കാര്യത്തിനെയാണ് സതിപഠാന എന്ന് പറയുന്നത്. സതിപഠാനയിൽ 4 കാര്യങ്ങളുണ്ട്. കായാനുപസന, വേദനാനുപസന, ചിത്താനുപസന, ധമ്മാനുപസന. കായാനുപസന എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ നോക്കുകയാണ്. അതായത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിനുള്ളിലാണ് നിർത്തുന്നത്. വേദനാനുപസന എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകുന്നു, സുഖകരം, ദുഃഖകരം, ന്യൂട്രൽ, ഇങ്ങനത്തുള്ള അനുഭവങ്ങളെ നമ്മൾ അറിയുന്നു. ചിത്തം എന്ന് പറയുന്നത് നമ്മുടെ ചിത്തത്തിൻ്റെ ഈ സമയത്തുള്ള സ്ഥിതി എന്താണ്? ചിത്തം വിക്ഷിപ്തമാണോ സംക്ഷിപ്തമാണോ? അതിനെയാണ് ചിത്ത അനുപസന എന്ന് പറയുന്നത്. ധമ്മാനുപസന എന്ന് പറയുന്ന സമയത്ത് ചിത്തത്തിൻ്റെ ഉള്ളിൽ ഏതെല്ലാം ധർമ്മങ്ങൾ ജനിച്ചിട്ടുണ്ട് അതിനെയാണ് നോക്കുന്നത്. ഇപ്പോൾ 5 നീവരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിയുക 5 നീവരണങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നറിയുക. അപ്പോൾ അതൊക്കെയാണ് ധമ്മ എന്ന് പറയുന്നത്. ഇനി 4 സമ്മപ്രധാന അല്ലെങ്കിൽ 4 വ്യായാമം എന്ന് നമ്മൾ പറയാറുണ്ട്, മനസ്സിൻ്റെ വ്യായാമം. അതാണ് ഈ 4 സമ്മപ്രധാന എന്ന് പറയുന്നത്. അതായത് ഇല്ലാത്ത ഒരു പാപധർമ്മത്തെ മനസ്സിൽ വരാൻ സമ്മതിക്കരുത്. മനസ്സിൽ ഏതെങ്കിലും പാപകർമ്മം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ ഇല്ലാതാക്കണം. ഇനി മൈൻഡിൽ ഇല്ലാത്ത ഒരു പുണ്യകർമ്മത്തെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. മനസ്സിൽ ഏതെങ്കിലും പുണ്യമായിട്ടുള്ള കർമ്മം ഉണ്ടെങ്കിൽ അതിനെ സ്ഥിതി ചെയ്യാനും നമ്മൾ സഹായിക്കണം. ഇനി 4 ഇദ്ധിപാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചന്ത, വിരിയ, ചിത്ത്, വീമാംസ. ഇതൊക്കെയാണ് 4 ഇദ്ധിപാദങ്ങൾ. അതായത് നമ്മൾക്ക് നിർവ്വാണം കിട്ടണമെങ്കിൽ ഈ 4 പാദങ്ങളും കൂടിയേ തീരൂ. ചന്ത എന്ന് പറയുന്ന സമയത്ത് സെലക്ഷൻ എന്ന് പറയാം. അതായത് നമ്മളെപ്പോഴും പാപ മാർഗത്തെ വെടിഞ്ഞ് പുണ്യമാർഗത്തെ സ്വീകരിക്കണം. അതാണ് ചന്ത. വിരിയ എന്ന് പറയുന്ന സമയത്ത് എഫേർട്ട്, നമ്മളെപ്പോഴും ധാരാളമായിട്ട് പ്രയത്നിക്കണം. ചിത്ത എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിനെ നമ്മൾ സൂക്ഷ്മമാക്കിക്കൊണ്ട് അതിനെ നമ്മൾ കൺട്രോളാക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുന്നതിന് ചിത്ത ഇദ്ധിപാദം എന്ന് പറയും. വീമാംസ ഇദ്ധിപാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രജ്ഞ അല്ലെങ്കിൽ ആ ശരിയായിട്ടുള്ള അറിവിനെ, അനിച്ഛ, ദുഃഖ, അനത്ത, ഇതിനെ നമ്മൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ പോക്കിനെയാണ് വീമാംസ ഇദ്ധിപാദം എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ 5 ബലങ്ങളുണ്ട്. ഇന്ദ്രിയം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സഹായിക്കുന്നതിനെയാണ് ഈ 5 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഇന്ദ്രിയം എന്ന് പറയുന്നത് ശ്രദ്ധ അല്ലെങ്കിൽ ഡിവോഷനാണ്. ഡിവോഷൻ എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസമല്ല, അന്ധഭക്തിയല്ല, ജ്ഞാനമുള്ള ഭക്തി. അടുത്തത് വിരിയ. വിരിയ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ പ്രയത്നം. സതി എന്ന് പറയുന്ന സമയത്ത് ഈ സമയത്തുള്ള അവയർനെസ്, സതിപഠാന. സമാധി എന്ന് പറയുന്ന സമയത്ത് മനസ്സിൻ്റെ സമാധിയുള്ള അവസ്ഥ. പന്യ എന്ന് പറയുന്നത് വിസ്ഡം. വിസ്ഡം എന്നുള്ള വാക്ക് എപ്പോഴും 4 ആര്യസത്യങ്ങൾ അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പഠിച്ച സമുത്പാദം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 5 ബലങ്ങളും 5 ഇന്ദ്രിയങ്ങളും ഒന്ന് തന്നെയാണ്. ഇനി 7 ബോധ്യാംഗങ്ങളുണ്ട്, 7 ബോധിയുടെ അംഗങ്ങളുണ്ട്. അതായത് മുക്തി കിട്ടണമെങ്കിൽ ഈ 7 അംഗങ്ങളും പരിപൂർണമാകണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് സതി, ഈ സമയത്തുള്ള അവയർനെസ്, അതിനെയാണ് സതി. ധമ്മ വിജയ, അതായത് ശരീരത്തിൽ മനസ്സിലുണ്ടാകുന്ന ധർമ്മങ്ങളെ നമ്മൾ വിജയനം അനാലൈസ് ചെയ്ത് നോക്കുന്നു. വീര്യം എന്ന് പറയുന്ന സമയത്ത് പ്രയത്നം. പീതി എന്ന് പറയുന്ന സമയത്ത് മനസ്സിലുള്ള സന്തോഷത്തെയാണ് പീതി എന്ന് പറയുക. പ്രസദ്ധി എന്ന് പറയുന്നത് ശരീരത്തിലെ സുഖത്തിനെയാണ് പ്രസദ്ധി എന്ന് പറയുക, അല്ലെങ്കിൽ പ്രശാന്തി എന്ന് പറയുക. സമാധി എന്ന് പറയുന്ന സമയത്ത് മനസ്സിൻ്റെ സമാധി. ഉപേക്ഷ എന്ന് പറയുന്നത് ഇക്വാണിമിറ്റി അല്ലെങ്കിൽ സമത. ഇനി അഷ്ടാംഗമാർഗത്തെക്കുറിച്ച് നോക്കാം. സമ്മാദിട്ടി, സമ്മാ സങ്കപ്പോ, സമ്മാ വാച, സമ്മാ കമ്മന്തോ, സമ്മാ ആജീവ, സമ്മാ വായാമോ, സമ്മാ സതി, സമ്മാ സമാധി. ഇതിനെയാണ് ആര്യ അഷ്ടാംഗിക മാർഗം എന്ന് പറയുന്നത്. സമ്മാ ദിട്ടി, ശരിയായിട്ടുള്ള ദർശനം. സൂത്രത്തിൽ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദുഃഖത്തിൻ്റെ ജ്ഞാനം, ദുഃഖം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിൻ്റെ ജ്ഞാനം,
ദുഃഖനിരോധജ്ഞാനം, ദുഃഖനിരോധനത്തിൻ്റെ മാർഗത്തിൻ്റെ ജ്ഞാനം, അതിനെയാണ് സമ്മാദിട്ടി അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ദർശനം എന്ന് പറയുന്നത്. അടുത്തത് സമ്മാസങ്കല്പം. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് നിഷ്കാമ സങ്കല്പങ്ങളായിരിക്കും. അതായത് തനിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ പാടില്ല, നിഷ്കാമം. അതായത് തൻ്റെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരെ പറ്റി കൂടുതലായിട്ടുള്ള ചിന്ത, അതിനെയാണ് നിഷ്കാമ സങ്കല്പം എന്ന് പറയുന്നത്. അടുത്തത് അവ്യാപാദ സങ്കല്പം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ദ്വേഷം അല്ലെങ്കിൽ വ്യാപാദം ഉണ്ടാകുന്ന സങ്കല്പങ്ങളൊന്നും പാടില്ല. അവിഹിംസാ സങ്കല്പം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ദ്വേഷകരമായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള സങ്കല്പങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സമ്മ വാച എന്ന് പറയുന്ന സമയത്ത് ശരിയായിട്ടുള്ള വാണി, നമ്മൾ ഒരിക്കലും നുണ പറയരുത്, പിസുണായ പരദൂഷണം പറയരുത്, ഫരുസ് അതായത് പരുഷവചനങ്ങൾ പറയരുത്, സംഫപ്പലാപ് വൃഥ ആവശ്യമില്ലാതെ നമ്മൾ സംസാരിക്കരുത്. അടുത്തത് സമ്മാ കമ്മന്തു, ശരീരം കൊണ്ടുള്ള കർമ്മങ്ങളും ശരിയായിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ശരീരം കൊണ്ടുള്ള ശരിയാവേണ്ട കർമ്മങ്ങൾ? പാണാതിപാത, അതായത് ഒരു ജീവനെയും നമ്മൾ ഹിംസിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. അതിന്നാദാന, ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല. കാമേസു മിച്ഛാചാര, ഒരിക്കലും വ്യഭിചാരം ചെയ്യാൻ പാടില്ല. ഇത് മൂന്നുമില്ലെങ്കിൽ നമ്മുടെ കർമ്മം ഓട്ടോമാറ്റിക്കായിട്ട് ശരിയായിട്ടുള്ള കർമ്മമായി. അടുത്തത് സമ്മ ആജീവോ, ശരിയായിട്ടുള്ള ആജീവിക അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ജോലി. നമ്മൾക്കെല്ലാവർക്കും ഗൃഹസ്ഥന്മാർക്ക് ജോലി ആവശ്യമുണ്ട്, പക്ഷേ അതെപ്പോഴും ശരിയായിട്ടുള്ളതായിരിക്കണം. മൃഗങ്ങളെ കൊന്നിട്ടുള്ള പൈസ, അതേപോലെ തന്നെ വിഷം കൊണ്ടുള്ള വ്യാപാരം കൊണ്ടുള്ള പൈസ, മദ്യം കൊണ്ടുള്ള വ്യാപാരം കൊണ്ടുള്ള പൈസ, അതേപോലെ തന്നെ മൃഗങ്ങളെ കൊന്ന് മാംസമാക്കി വിറ്റുകൊണ്ടുള്ള പൈസ, ഇതൊന്നും ശരിയായിട്ടുള്ള ആജീവികയല്ല, ശരിയായിട്ടുള്ള സമ്പാദ്യമല്ല. അതിനാൽ അവയെ ഉപേക്ഷിക്കണം. അടുത്തത് സമ്മ വ്യായാമം, ശരിയായിട്ടുള്ള വ്യായാമം, മനസ്സിൻ്റെ വ്യായാമം. അതായത് മനസ്സിൽ ഏതെങ്കിലും പാപകർമ്മം ഉണ്ടായിട്ടില്ല എങ്കിൽ അതിനെ ഉണ്ടാകാൻ സമ്മതിക്കാൻ പാടില്ല. ഇനി മനസ്സിൽ ഏതെങ്കിലും അകുശല ചിന്തകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ പുറത്താക്കണം. ഇനി ശരീരത്തിൽ നല്ല ചിന്തകൾ ഇല്ലെങ്കിൽ അതിനെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഉള്ളതിനെ നമ്മൾ രക്ഷിക്കുകയും വേണം. സമ്മ സതി, ശരിയായിട്ടുള്ള സതി. ഇവിടെ സതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന സൂത്രത്തിൽ നമ്മുടെ 4 സതിപഠാനമാണ്. അതായത് ശരീരത്തിനെ വീക്ഷിക്കുന്നു, ശരീരത്തിൻ്റെ അനുഭവത്തിൽ വേദനയെ വീക്ഷിക്കുന്നു, ചിത്തത്തിനെയും ധർമ്മത്തിനെയും വീക്ഷിക്കുന്നു. അതാണ് സമ്മാസതി. സമാധി എന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് 1, 2, 3, 4 ഈ ധ്യാനങ്ങൾ അഭ്യസിക്കലാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധ്യാനം എന്ന് പറയുന്നത് ധ്യാനം എന്ന വാക്കിൻ്റെ പാലി വാക്കാണ്. അപ്പോൾ സമാധി എന്ന് പറയുന്നത് 4 ധ്യാനങ്ങൾ തന്നെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ 5 ശത്രുക്കളെ കൂടി മനസ്സിലാക്കണം. നമ്മുടെ ധ്യാനത്തിൽ 5 ശത്രുക്കളുണ്ട്. 1 കാമചന്തം, അതായത് ഐ ലൈക്ക് ഇറ്റ്, എനിക്കത് ഇഷ്ടമാണ് എന്നുള്ള ചിന്തകൾ, അതിനെയാണ് കാമചന്തം എന്ന് പറയുക. അത് നമ്മുടെ ശത്രുവാണ്. വ്യാപാദം, എനിക്കിഷ്ടമല്ല എന്നുള്ള ചിന്തകൾ, അതിനെയാണ് വ്യാപാദം എന്ന് പറയുക. ഉദ്ദച്ച കുക്കുച്ചം, അതായത് നമ്മൾക്ക് ഒരു സ്ഥലത്ത് ഇരിക്കപ്പുറത്തില്ലായ്മ, അതിനെയാണ് ഉദ്ദച്ച കുക്കുച്ചം എന്ന് പറയുക. അടുത്തത് ധീനമിഥ അല്ലെങ്കിൽ ആലസ്യം, ശരീരത്തിലും മനസ്സിലും ആലസ്യം, അതിനെ ധീനമിഥ എന്ന് പറയും. 5-മത്തത് വിചികിച്ഛ അല്ലെങ്കിൽ സംശയം. ഇതൊന്നും നമ്മുടെ മനസ്സിൽ വരാൻ പാടുള്ളതല്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതേമാതിരിയുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക. അതുകൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ധാരാളമായിട്ട് ഷെയർ ചെയ്യുക.